നമസ്കാരം. എല്ലാവർക്കും മോഹൻജിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പുതിയ ഒരു തുടക്കം, പുതിയ പുലരി. വിഷു നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് ലോകത്തിന് കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മൾക്കോ ഈ ലോകത്തിനോ എന്ത് ഗുണമാണ് വന്നു ചേരുന്നത്? ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം കുറച്ചുകൂടെ അർത്ഥപൂർണമാവും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളെക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യർ മാത്രമല്ല പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് ഗുണം വരുന്നു, അതുകൊണ്ട് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് മനസ്സിന് ശാന്തി, സമാധാനം എപ്പോഴും ഉണ്ടാവും. മനസ്സിൽ സ്നേഹം, ദയ, കാരുണ്യം നിറഞ്ഞു നിന്നാൽ, നമ്മൾ നിസ്വാർത്ഥമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എപ്പോഴും മനസ്സിന് ശാന്തി ഉണ്ടാവും. നിസ്വാർത്ഥത വളരെ വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഈ ലോകത്ത് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരുപാട് സ്വാർത്ഥതയാണ്. അത് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല, ലോകത്തിനും ഗുണം ചെയ്യില്ല, സമൂഹത്തിനും ഗുണം ചെയ്യില്ല. ഈ സമയത്ത്, ഈ വിഷു പുലരിയിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം, നിസ്വാർത്ഥമായി ഈ കൊല്ലം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് നമ്മൾ ജീവിച്ചാൽ, മനസ്സിൽ ദയ, കാരുണ്യം, സ്നേഹം മുതലായ കാര്യങ്ങൾ മാത്രം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ സമൂഹത്തിനും ഒരുപാട് ഗുണമുണ്ടായിരിക്കും. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുന്നു. മനസ്സിലെപ്പോഴും നന്മയുണ്ടാവട്ടെ. നമ്മളിന്നും ഒന്നിച്ചാണ്, നമ്മൾ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെയുണ്ട്. നമ്മൾ ഒന്നിച്ച് ഈ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമൂഹം നന്നായിരിക്കട്ടെ. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ ഉള്ളിൽ, മനസ്സിൽ. ഒരു വേർതിരിവുകളോ ഒരു വിധത്തിലുള്ള മോശമായ ചിന്തകളോ മനസ്സിൽ വരാതിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി വിഷു. നമസ്കാരം.